എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിമാഷ് ക്രിയേഷൻ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, മഹാഭാരതത്തിൽ ഒട്ടനവധി കഥകളുണ്ട്. ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് സത്യവതിയെക്കുറിച്ചാണ്. ആരാണ് സത്യവതി? അവരുടെ ജീവിതം എങ്ങനെ തുടങ്ങി, എങ്ങനെ അവസാനിച്ചു? അതിനായി നമുക്ക് വീഡിയോ കാണാം. ശാപത്തിന് ഇരയായി മത്സ്യമായി ഗംഗയിൽ ജീവിക്കുകയായിരുന്നു അന്ത്രിക എന്ന അപ്സരസ്. ഒരിക്കൽ ഉപരിചര വസുവിൻ്റെ ബീജം ഗംഗയിൽ പതിച്ചത് അന്ത്രിയെ വിഴുങ്ങി. അതുമൂലം അന്ത്രിയ ഗർഭിണിയായി. ഒരു മുക്കുവൻ ഈ മത്സ്യത്തെ പിടിച്ചു അതിനെ പിളർന്നപ്പോൾ ഒരാണും പെണ്ണുമായി ശരീരത്തിൽ നിന്നും 2 കുട്ടികളുണ്ടായിരുന്നു. ആൺകുഞ്ഞിനെ രാജാവിന് കാഴ്ചവെച്ചു. ഈ ശിശു പിന്നീട് മത്സ്യരാജാവായി പ്രസിദ്ധി നേടി. പെൺകുഞ്ഞിന് കാളി എന്ന് പേരിട്ട് മുക്കുവൻ വളർത്തി. കുഞ്ഞിന് മത്സ്യഗന്ധമായിരുന്നതിനാൽ മത്സ്യഗന്ധി എന്നുകൂടി പേരുണ്ടായി. യാത്രികരെ മറുകരയിൽ കടത്തുന്ന ജോലിയിൽ അച്ഛനായ മുക്കുവനെ സഹായിച്ചുകൊണ്ട് കാളി ജീവിക്കുന്നതിനിടയിൽ ഒരിക്കൽ അവളെ പരാശരമുനി കാണുവാനിടയാവുകയും അവളെ മോഹിക്കുകയും ചെയ്തു. അങ്ങനെ പരാശരമുനിയിൽ നിന്നും ഗർഭിണിയായ കാളി പ്രസവിച്ചു. ആ കുഞ്ഞാണ് കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസമഹർഷി. പരാശരന്റെ അനുഗ്രഹം മൂലം കാളിയുടെ മത്സ്യഗന്ധം ഒഴിവായി കിട്ടി. കസ്തൂരിയുടെ ഗന്ധമുയർത്തിയ ഇവർ പിന്നീട് സത്യവതി എന്ന പേരിൽ അറിയപ്പെട്ടു. ചന്ദ്രവംശ രാജാവായ ശന്തനു സത്യവതിയെ വിവാഹം ചെയ്തു. അവർക്ക് ചിത്രാംഗതൻ, വിചിത്രവീരൻ എന്നീ 2 മക്കൾ ജനിച്ചു. ചിത്രാംഗതൻ ബാല്യത്തിൽ തന്നെ ഒരു ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീരൻ കാശിരാജപുത്രിമാരായ അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്തു. എങ്കിലും സന്താന ലബ്ധിയില്ലാതെ മരിച്ചു. സത്യവതി വ്യാസനെ കൊണ്ട് വിചിത്രവീരന്റെ ഭാര്യമാരിൽ ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും ജനിപ്പിച്ചു. പാണ്ഡു മുനിശാപം മൂലം സ്വന്തം ഭാര്യയുമായുള്ള സംഗമവേളയിൽ മൃതി അടഞ്ഞു. നിരാശയായ സത്യവതി പുത്രഭാര്യമാരായ അംബാലികയും അംബികയും കൂട്ടി തപസ് ചെയ്ത് സ്വർഗം നേടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ടു ഓൾ.